മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ ആണെങ്കിൽ മുത്തശ്ശിയെ കാണാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അന്ന് ആർക്ക് വേണ്ടിയാണ് അമ്മ പ്രാർത്ഥിച്ചതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അവരെ കൊല്ലാനാണെങ്കിൽ ആ പ്രതാപൻ ലോറിയുമായിട്ട് പാഞ്ഞെത്തി, പക്ഷേ അവരെ ആ കണ്ണൻ്റെ അച്ഛനാണ് രക്ഷപ്പെടുത്തിയതെന്നെല്ലാം പറയുന്നത് കേട്ട് വളരെ അത്ഭുതപ്പെട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മാർക്കോ. അതുകൊണ്ട് എപ്പോഴും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും പിറകെ നിൻ്റെ ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ജീവൻ കളയാനും നീ മടിക്കരുതെന്നെല്ലാം പറയുകയാണ്. അത് കേട്ട് മാർക്കോ പറയുന്നുണ്ട്, അത് അമ്മ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അങ്ങനെ തന്നെയാണല്ലോ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. പിന്നീട് പ്രതാപനെ പരിശോധിക്കാനായിട്ട് ഡോക്ടറാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഈ കാല് ഒടിഞ്ഞ ആൾക്ക് എന്തിനാണ് ഈ കുഴലെല്ലാം വെച്ച് പരിശോധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഒന്ന് ഭയക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപനാണെങ്കിൽ ഞാനാണ് വിശ്വനാഥനെ കൊന്നതെന്നും ഞാൻ ലോറി ഇടിപ്പിച്ചാണ് കൊന്നതെന്നുമെല്ലാം ഡോക്ടറോടായിട്ട് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇയാൾ എന്താണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്സിഡൻറ്റിന് ശേഷം ഇങ്ങനെയാണ് ഡോക്ടറെ സംസാരിക്കുന്നതെല്ലാം പറയുമ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് ഡോക്ടറെ, ഞാൻ തന്നെയാണ് വിശ്വനാഥനെ കൊന്നത്, അവൻ്റെ മോനെ വീൽ ചെയറിലാക്കിയതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് അമ്മ പറഞ്ഞത് പ്രകാരം ഉണ്ണിയെ ഒന്ന് താക്കീത് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുകയാണ് നമ്മുടെ മാർക്കോ. അങ്ങനെ ഉണ്ണിയെ അവിടെ വെച്ച് കാണുകയും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നീ ഇനിയും കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകെ നടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നെ ഞങ്ങൾ വലിച്ചു കീറുക തന്നെ ചെയ്യും. നീ ഒരിക്കലും അവരുടെ പിറകെ നടന്ന് അവരെ ശല്യം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ മര്യാദക്ക് നിന്നോണം എന്നെല്ലാം വാണിംഗ് ചെയ്ത് വിടുന്നുണ്ട് ഉണ്ണിയെ. അതിനുശേഷം മാർക്കോ ആണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട് പ്രതാപനെ കാണാനായിട്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ മാർക്കോനെ കാണുന്നതും വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ നിന്നെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു എന്നെല്ലാം പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഒന്ന് ഭയക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതാപനെല്ലാം തന്നെ ഇവനോട് പറയുമെന്നെല്ലാം ഓർത്ത് മുത്തശ്ശിയാണെങ്കിൽ ഓരോ കാര്യങ്ങളെല്ലാം മാർക്കോയുടെ മുന്നിലായിട്ട് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, നീയാണ് കണ്ണനെ മഹാലക്ഷ്മി കൊല്ലാനായിട്ട് ശ്രമിച്ചത്, അതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മേലാൽ അവരുടെ പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഗതി ആ മേഘനെ പോലെ തന്നെ ആയിത്തീരുമെന്നെല്ലാം പ്രതാപനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മാർക്കോ. പ്രതാപനാണെങ്കിൽ മാർക്കോടായിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ആ വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്നും വിശ്വനാഥൻ്റെ മകനായ കണ്ണനെ വീൽ ചെയറിൽ ഇരുത്താൻ കാരണവും ഞാൻ തന്നെയാണെന്നുമുള്ള സത്യങ്ങളെല്ലാം തന്നെ പ്രതാപൻ വിളിച്ചു പറയുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് പോവുകയാണ് നമ്മുടെ മാർക്കോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവനെന്തോ വെളിവില്ലാതെ എല്ലാം പറയുക എന്നാണ് മോനെ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മാർക്കോക്ക് ഇതൊന്നും വിശ്വസിക്കാനാകുന്നില്ല. അങ്ങനെ മാർക്കോ ആണെങ്കിൽ പ്രതാപനെ കൊല്ലാനായിട്ട് പ്രതാപൻ്റെ കഴുത്തിനും കയറി പിടിക്കുന്നുണ്ട്. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, നീ നുണയല്ലല്ലോ പറയുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ അവനെന്തോ പിച്ചും പെയ്യും പറയുന്നതാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അവനും ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശി കരയുന്നുണ്ട്. അതേസമയം പ്രതാപൻ പറയുന്നത് സത്യം തന്നെയാണ്, ഞാൻ ഈ പറയുന്നതെല്ലാം ഇതൊന്നും നുണയല്ല, ഈ സംഭവം നടക്കുമ്പോൾ മഹാലക്ഷ്മി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൾ അന്ന് ചെറിയ കുട്ടിയായിരുന്നു എന്നെല്ലാം പറയുന്നത് കേട്ട് മാർക്കോ ആണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ പറഞ്ഞതനുസരിച്ച് മാർക്കോ ആണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാനായിട്ട് വിളിക്കുന്നു. അങ്ങനെ മാർക്കോ ഉള്ളിടത്തോട്ട് മഹാലക്ഷ്മി എത്തുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയോടായിട്ട് ചോദിക്കുന്നു, ഞാനൊരു കാര്യം കേട്ടു, അതെല്ലാം സത്യം തന്നെയാണോ ഇല്ലയോ എന്ന് എനിക്കറിയണം, അതിനു വേണ്ടിയാണ് ഞാൻ മഹാലക്ഷ്മി ഇങ്ങോട്ട് വരുത്തിയതെന്നെല്ലാം പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, അന്നത്തെ ആക്സിഡൻറ്റ് പിറകിൽ പ്രതാപനാണോ എന്ന് മഹാലക്ഷ്മിയോടായിട്ട് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ഞെട്ടി നിൽക്കുന്നത് കണ്ട് മാർക്കോ പറയുന്നുണ്ട്, ഇതൊക്കെ മഹാലക്ഷ്മിക്ക് അറിയാമെന്നായിരുന്നുവല്ലോ പ്രതാപൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ മഹാലക്ഷ്മിയോട് ഈ കാര്യം നേരിട്ട് ചോദിക്കുന്നത്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്ലാതെ വെപ്രാളപ്പെടുന്ന മഹാലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ മാർക്കോക്ക് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നുണ്ട്. ആ പ്രതാപൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നും അതുകൊണ്ട് എനിക്കിതൊരിക്കലും കണ്ണേട്ടനോട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ കണ്ണേട്ടനോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നതെന്നെല്ലാം മഹാലക്ഷ്മി മാർക്കോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഈ ഒരു കാര്യം മറച്ചു വെച്ചത് മഹാലക്ഷ്മി കണ്ണൻ സാറിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേറൊരാൾ പറയുന്നതിന് മുമ്പേ തന്നെ മഹാലക്ഷ്മി ഈ കാര്യം കണ്ണൻ സാറിനോട് പറയണമെന്ന് മാർക്കോ പറയുന്നു. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും ആ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു മാർക്കോ, ഇനി ഒരിക്കലും ഞാൻ കണ്ണേട്ടനോട് ആ തെറ്റ് മറച്ചു വെക്കുന്നില്ല, സത്യം തന്നെ ഉടനെ തന്നെ ഞാൻ തുറന്ന് പറയാനായിട്ട് പോവുകയാണെന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോനോട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.